അപ്പോൾ നമുക്ക് DC മോട്ടറും ഫോറക്സ് ഷീറ്റും വെച്ചിട്ട് ഒരു DC മോട്ടോർ ബൈക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഗിയർ മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബൈക്ക് അത്യാവശ്യം നല്ല പവറിലാണ്. ഗിയർ മോട്ടർ ആയതുകൊണ്ട് നല്ല ഹൈ ടോർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് ഉണ്ടാക്കാൻ ആദ്യത്തിൽ ഫോറക്സ് ഷീറ്റ് വേണം. അപ്പോൾ ഈ ഷീറ്റ് നിങ്ങൾക്ക് ഫ്ലൈവുഡ് കടയിലൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബൈക്ക് ഉണ്ടാക്കി 2 DC മോട്ടറും 4 ടയറാണ് ആവശ്യം. അതിനുശേഷം 2 DC മോട്ടറിലേക്ക് 4 ടയർ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിനൊരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. അതിനുശേഷം ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് 2 DC മോട്ടറും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് സ്പേസ് സെൻട്രലായിട്ട് വിടണം. അപ്പോൾ അതിനുശേഷം നമുക്ക് 2 DC മോട്ടറിനും വയർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 വയർ എടുത്തിട്ട് DC മോട്ടറിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം DC മോട്ടറിൻ്റെ ഒരു വയർ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്വിച്ചിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാറ്ററിൻ്റെ നെഗറ്റീവ് വയർ എടുത്തിട്ട് അതും സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ പോസിറ്റീവ് വയർ ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്കും കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ ബാറ്ററിൻ്റെ കണക്ഷനോടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബാറ്ററി സ്വിച്ചൊക്കെ വണ്ടീൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ദെൻ നമ്മൾ ഫോറക്സ് ഷീറ്റിൽ ബൈക്കിൻ്റെ ബോഡി വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബോഡി ഐസ്ക്രീം സ്റ്റിക്കിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബോഡി ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിൻ്റെ സീറ്റിൻ്റെ ഭാഗമൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോറക്സ് ഷീറ്റിൽ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ടുണ്ട്. then അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ഒട്ടിച്ച് കൊടുക്കാം. ദെൻ നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ ഹെഡ് സെക്ഷൻ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ഫോറക്സ് ഷീറ്റിൻ്റെ സീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ദെൻ സ്വിച്ച് നമുക്ക് ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പരിപാടി ഇവിടെ ഫൈനലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതിൽ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.